നമസ്കാരം, സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക്. ഞാൻ രവീഷാജി, ട്രാവൻകൂർ സ്കൂൾ ഓഫ് യോഗ. ഇന്നത്തെ വീഡിയോ സൂക്ഷ്മ വ്യായാമമാണ്. അതെന്താണെന്ന് പലരും ചോദിക്കാറുണ്ട്. ശിഥിലീകരണ വ്യായാമം, സൂക്ഷ്മ വ്യായാമം എന്നൊക്കെ പറയുന്നത് നമ്മൾ യോഗാസനങ്ങൾക്ക് മുമ്പ് നമ്മുടെ ബോഡി അതിനുവേണ്ടി ഒന്ന് പ്രിപ്പയർ ചെയ്യുകയാണ്. അതിന് ചെയ്യാവുന്ന വാമപ്പ് എക്സസൈസുകളാണ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിലും ഡയറക്റ്റ് യോഗാസനങ്ങളിലേക്ക് പോയാൽ ചില യോഗാസനങ്ങൾ, സങ്കീർണാസനങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ജോയിൻസിനൊക്കെ എന്തെങ്കിലും പരിക്ക് പറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഏത് യോഗാസനങ്ങൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഈ വാമപ്പ് എക്സസൈസ് ചെയ്തിട്ട് വേണം നമ്മുടെ യോഗാസനത്തിലേക്ക് പോകാൻ. അപ്പോൾ നമ്മുടെ ജോയിൻസൊക്കെ ഒന്ന് മൂവ്മെൻറ്റ് വരാനും മസിൽസൊക്കെ ഒന്ന് മൊത്തം ഒരു ബോഡിക്ക് ഒരു അയവ് വന്ന് യോഗാസനങ്ങൾ ചെയ്യാൻ നമ്മുടെ ബോഡിയെ ഒന്ന് സജ്ജമാക്കുക എന്നാണ് ഈ സൂക്ഷ്മ വ്യായാമങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സൂക്ഷ്മ വ്യായാമങ്ങൾ നമ്മളിന്ന് ഇരുന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, നമ്മളുടെ കാലിൻ്റെ വിരലുകൾ തൊട്ട് മുകളിലേക്ക് നമ്മുടെ ഓരോ ജോയിൻസും സ്പൈനും എല്ലാം ഒന്ന് വഴക്കം വരുത്താൻ പ്രാപ്തമാക്കുക എന്നാണ് ഉദ്ദേശം. അപ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നമ്മൾ കാലുകൾ നീട്ടിയിരിക്കുന്നു. നമ്മൾ ഇങ്ങനെ കയ്യിൽ നിന്ന് സപ്പോർട്ട് പുറയിൽ കൊടുത്തുള്ളത്. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ കാലിൻ്റെ വിരലുകൾ ഇങ്ങനെ വിരലുകൾ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുന്നു. വിരലുകൾ മടക്കുന്നു. 2 സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്നു. ദെൻ വിരലുകൾ നിവർത്തുന്ന സമയത്ത് നമ്മൾ ഇൻഹെയിൽ ചെയ്യുക. ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്രീത്തും കൂടെ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ ഇൻഹെയിൽ, സ്ട്രെച്ച് ദ ഫിംഗേഴ്സ്, ദെൻ എക്സെയിൽ, ഹോൾഡ് ഫോർ 2 സെക്കൻഡ്സ്, ബ്രീത്ത് ഓൾസോ ഹോൾഡ് ചെയ്യണം. ദെൻ ഇൻഹെയിൽ, സ്ട്രെച്ച് ചെയ്ത വിരലുകൾ, എക്സെയിൽ, ഇൻഹെയിൽ, സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക, മടക്കി പിടിക്കുക, എക്സെയിൽ ചെയ്തുകൊണ്ട് മടക്കുക. പിന്നെ ഒരു മിനിമം 5 തവണ നമ്മൾ ചെയ്യുക. ഇനി നെക്സ്റ്റ് നമ്മുടെ കാല് ആംഗിൾ ചെയ്യാൻ ഇൻഹെയിൽ, എക്സെയിൽ, 2 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ദെൻ ഇൻഹെയിൽ 2, ഹോൾഡ് ഫോർ 2 സെക്കൻഡ്സ്, എക്സെയിൽ. അപ്പം ഇങ്ങനെ നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഫുൾ നമ്മൾ കാല് സ്ട്രെച്ച് ചെയ്യുന്നു. ദെൻ ഇൻഹെയിൽ, ആ ജോയിൻസ് നല്ല ഫ്ലെക്സിബിൾ ആകാൻ വേണ്ടിയാണ്. എക്സെയിൽ, ഇൻഹെയിൽ, ഹോൾഡ് ഫോർ 2 സെക്കൻഡ്സ്, എക്സെയിൽ. ഓക്കെ, എന്നിട്ടൊന്ന് റിലാക്സ് ചെയ്യുക. 2 വശത്തേക്ക് കാലും കൈകളൊക്കെ ഒന്ന് ഓടിച്ച് റിലാക്സ് ചെയ്യുക. ഇനി നമ്മുടെ കാലിൻ്റെ മുട്ടാണ്. കാലിൻ്റെ മുട്ട് നമ്മൾ ഇങ്ങനെ മടക്കുക, നോക്കുക, കൈ കോർത്ത് കാലിൻ്റെ ഇവിടെ പിടിക്കുക. നമ്മൾ നിവർന്നിരിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ പില്ലോ വെച്ചിട്ട് അതിൻ്റെ മേളിലിരിക്കുക. അങ്ങനെ സ്പൈന് സ്ട്രെയിറ്റ് ആയിക്കോളും. ഇൻഹെയിൽ, എക്സൈൽ ചെയ്യുമ്പോൾ കാലിങ്ങനെ പൊക്കാൻ പറ്റുന്നവർ പൊക്കുക, അല്ലാത്തവർ ഇത്രയും പറ്റുള്ളെങ്കിൽ അതനുസരിച്ച് ചെയ്യുക. ഇൻഹെയിൽ, ഇങ്ങോട്ട് പ്രസ് ചെയ്യുക. ഇൻഹെയിൽ ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് പ്രസ് ചെയ്യുക. ഹോൾഡ് ഫോർ 2 സെക്കൻഡ്സ്, ബ്രീത്ത് ഓൾസോ ഹോൾഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എക്സെയിൽ, ഹോൾഡ് ഫോർ 2 സെക്കൻഡ്സ്, ഇൻഹെയിൽ, എക്സെയിൽ, ഇൻഹെയിൽ, എക്സെയിൽ. നമ്മുടെ നോട്ടം കൂടെ ഈ നമ്മുടെ പെരുവിരലിലേക്കാകുമ്പോൾ നമ്മുടെ കണ്ണിനും ഒരു എക്സസൈസ് കിട്ടും. അപ്പോൾ വീണ്ടും നമ്മളൊന്ന് റിലാക്സ് ചെയ്യുക. അടുത്ത കാല് കോർത്ത് പിടിക്കുക. ഇൻഹെയിൽ, ഇങ്ങോട്ട് പ്രസ് ചെയ്യുക, നമ്മുടെ ബോഡിയിലേക്ക് പ്രസ് ചെയ്യുക. ഇൻഹെയിൽ, എക്സെയിൽ, ഇൻഹെയിൽ, എക്സെയിൽ, ഹോൾഡ് ഫോർ 2 സെക്കൻഡ്സ്, ഇൻഹെയിൽ, എക്സെയിൽ, ഇൻഹെയിൽ, 2 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യാൻ ഓർക്കണം. എക്സെയിൽ, റിലാക്സ് ചെയ്യുക.
എല്ലാ മൂവ്മെന്റ്സും നിങ്ങൾ സമയം പോലെ 10 പ്രാവശ്യം ചെയ്യാൻ സമയമുണ്ടെങ്കിൽ ചെയ്യുക, അതല്ലെങ്കിൽ മിനിമം 5 തവണയെങ്കിലും നിങ്ങൾ ചെയ്യുക. ഓക്കെ, മുട്ടിൻ്റെ എക്സസൈസ് നീടെ നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യിക്കാം. ഇൻഹെയിൽ, എക്സെയിൽ, ഇൻഹെയിൽ, ഹാഫ് ഐ സർക്കിൾ, എക്സെയിൽ, ഇൻഹെയിൽ, ഹോൾഡ് ഫോർ 2 സെക്കൻഡ്സ്, എക്സെയിൽ, വീണ്ടും ഇൻഹെയിൽ, ഹോൾഡ് ഫോർ 2 സെക്കൻഡ്സ്, എക്സെയിൽ. ഇത് നമുക്ക് തിരിച്ചും റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? കാല് വെച്ച് റിലാക്സ് ചെയ്യാം. അടുത്ത കാല് റൊട്ടേഷൻ കോർത്ത് പിടിക്കുക. ഈ ഡയറക്ഷൻ ഇൻഹെയിൽ, എക്സെയിൽ, 2 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ഇൻഹെയിൽ, എക്സെയിൽ, ഇൻഹെയിൽ, ഹാഫ് സർക്കിൾ, എക്സെയിൽ, ഇൻഹെയിൽ, എക്സെയിൽ, 5 ടൈംസ്. റിലാക്സ് ചെയ്യാം. ഇനി നമ്മുടെ ഹിപ്പ് ഏരിയ ആണ്. കാല് നീട്ടിയിരുന്നു, ഈ കാലിങ്ങോട്ട് മടക്കി വെച്ചിട്ട് മടക്കി എന്നിട്ട് ഇങ്ങോട്ട് മേളിലോട്ട് മേളിലേക്ക്. ഓക്കെ, ഇവിടെ പിടിക്കുക. കൈ നിങ്ങൾ ഇവിടെ ഇങ്ങനെ പിടിക്കുക. ഇൻഹെയിൽ, എക്സെയിൽ, ഇൻഹെയിൽ, എക്സെയിൽ, ഇൻഹെയിൽ, കാലിങ്ങോട്ട് നമ്മൾ ചേർത്ത് പിടിച്ചു. എക്സെയിൽ, ഇൻഹെയിൽ, ഹോൾഡ് ഫോർ 2 സെക്കൻഡ്സ്, 1 2, എക്സെയിൽ, 1 2, വീണ്ടും ഇൻഹെയിൽ, 1 2, then എക്സെയിൽ, 1 2. അങ്ങനെ 5 ടൈംസ്. റിലാക്സ് ചെയ്യാം. ഓക്കെ, അടുത്ത കാലെടുത്ത് വെച്ച് ഇങ്ങനെ മേളിലേക്ക് എടുത്ത് വെച്ച് കൈ ഇങ്ങനെ പിടിക്കുക. ദെൻ സപ്പോർട്ട് കൊടുത്ത് ഇൻഹെയിൽ പ്രസ് ചെയ്യുക. നമ്മുടെ ബോഡിയിലേക്ക് ഹോൾഡ് ഫോർ 2 സെക്കൻഡ്സ്, എക്സെയിൽ, താഴ്ത്തുക. 1 2, ഇൻഹെയിൽ, exhale, once, inhale, exhale, one more time, inhale, exhale. Okay, relax ചെയ്യാം. നിങ്ങൾ 5 10 തവണ ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ ഹിപ്പ് ഏരിയ നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ്സ് ഒക്കെ ചെയ്യാനും സങ്കീർണാസനങ്ങളൊക്കെ ചെയ്യാനും സഹായിച്ചിട്ടുണ്ട്. ഇതുപോലെ കാല് എടുത്തിട്ട് ഇങ്ങനെ ഇൻഹെയിൽ, എക്സെയിൽ, ഇൻഹെയിൽ, എക്സെയിൽ, ഇൻഹെയിൽ, എക്സെയിൽ, ഇൻഹെയിൽ, ഹോൾഡ് ഫോർ 2 സെക്കൻഡ്സ്, എക്സെയിൽ. ഞരമ്പ് വലിയുന്ന സയറ്റിക് പെയിൻ ഒക്കെ ഉള്ളവർക്ക് നല്ലതാണ്. റിലാക്സ് ചെയ്യാം. മറ്റേ കാലെടുത്തു. ഇൻഹെയിൽ, എക്സെയിൽ, ഇൻഹെയിൽ, ഹോൾഡ് ഫോർ 2 സെക്കൻഡ്സ്, എക്സെയിൽ, ഹോൾഡ് ഫോർ 2 സെക്കൻഡ്സ്, inhale, exhale, inhale, exhale, relax. കാല് മുട്ടുമടക്കി കൊണ്ടുവന്ന് കാലിൻ്റെ പാദം ചേർത്ത് വെക്കുക. കൈവിരലുകൾ പാദത്തിൽ കോർത്ത് പിടിക്കുക. നമ്മുടെ പെരിനിയത്തിലേക്ക് ഉപ്പൂറ്റി അടുപ്പിക്കാൻ സാധിക്കുന്നത് പോലെ. എന്നിട്ട് ബട്ടർഫ്ലൈ മൂവ്മെൻറ്റ് ചെയ്യാം. ഇങ്ങനെ ചെയ്യിക്കുക. സ്പൈൻ സ്ട്രൈറ്റ് ആയിരിക്കണം. അപ്പോൾ ചിലർക്ക് കാല് ഇത്രയേ വരുള്ളൂ. അവർ വൈഡായിട്ടുള്ള മൂവ്മെൻറ്റ് ചെയ്യിക്കണം. ഇത്രയും 1
2 3 4 അങ്ങനെ 10 തവണ ഒരു വൈഡായിട്ട് മൂവ് ചെയ്യിക്കുക. ഇനി കാല് താഴെ വരെ വരുന്നവർക്ക് സ്പീഡിൽ ഇങ്ങനെ മൂവ് ചെയ്യിക്കുക. ഹിപ്പിൻ്റെ ഭാഗം നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകും. നമ്മുടെ ഗ്രോയിൻ ഏരിയ ഒക്കെ നല്ലതായിട്ട് സ്റ്റിമുലേറ്റ് ആവും. മൂലാധാര ചക്ര, സ്വാധിഷ്ഠാനം, മണിപൂരകം, ഈ ചക്രാസൊക്കെ ആക്ടിവേറ്റ് ആവും. നമ്മുടെ സൈഡ് ഇൻഹെയിൽ ബെൻഡ് ചെയ്യുക, എക്സൈൽ ചെയ്ത് ബെൻഡ് ചെയ്യുക. ഇൻഹെയിൽ എക്സൈൽ, ഇൻഹെയിൽ എക്സൈൽ. ഈ ഭാഗം നന്നായിട്ട് ബെൻഡ് ചെയ്യുക. എക്സൈൽ, ഇൻഹെയിൽ എക്സൈൽ, inhale, exhale, inhale, exhale, inhale, exhale. For about 2 seconds, inhale, exhale. First inhale and then exhale to back. Inhale, then exhale. Inhale to front, exhale to back. വീണ്ടും inhale, exhale and inhale to front. നന്നായിട്ട് രണ്ട് സൈഡും ട്വിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു സ്ക്വീസിങ് പോലെ, ഒന്ന് പിഴിയുന്ന പോലെ, ഒന്ന് തോർത്തൊക്കെ പിഴിയുക എന്ന് പറയുന്ന പോലെ ഒരു ഇഫക്റ്റ് ഈ രണ്ട് സൈഡിൽ വരും. ജനറൽ ഓർഗൻസൊക്കെ നല്ല രീതിയിൽ സ്റ്റിമുലേറ്റ് ആവും. ഞാൻ ചന്ദ്രപ്പടി തിരിക്കാം, അല്ലെങ്കിൽ ഞാനിപ്പം അർത്ഥസിദ്ധാസനത്തിലാണ് ഇരിക്കുന്നത്. ഇൻഹേൽ, എക്സേൽ, hold for 2 seconds. Inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale. നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെല്ലാം ഒരു മസാജ് ലഭിക്കും. ദെൻ നമ്മുടെ ഷോൾഡർ ഇതുപോലത്തെ മൂവ്മെൻറ്റ് നമ്മൾ എല്ലാവരും എപ്പോഴും തന്നെ ചെയ്യുന്ന ഒരു മൂവ്മെൻറ്റാണ്. ഇൻഹേൽ, എക്സേൽ, ചെസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യും. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ. ഓക്കെ, അങ്ങനെ ഷോൾഡറിൻ്റെ ദെൻ ഈ ജോയിൻസ്. ഇൻഹേൽ, എക്സേൽ, ഫോർവേഡ് 2 seconds. Inhale, exhale, inhale, exhale, inhale, exhale. അങ്ങനെ ഈ ജോയിൻസ് ആയി. ദെൻ നമ്മുടെ കൈയുടെ കൈക്കുഴ. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, ഫോർവേഡ് 2 seconds. Exhale, inhale, exhale, inhale, exhale. Today, നമ്മുടെ ഫിംഗേഴ്സ്. Inhale, exhale, inhale, exhale. നമ്മൾ നന്നായിട്ട് ചുരുക്കി പിടിക്കുക, വിരൽ നിവർത്തുക, ഫോഴ്സിൽ നിവർത്തുക. എക്സൈൽ, ഇൻഹേൽ, എക്സൈൽ, നന്നായിട്ട് സ്ക്യൂസ് ചെയ്ത് പിടിക്കുക. ഇവിടെ മൊത്തം നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. എക്സൈൽ, ഇൻഹേൽ, എക്സൈൽ, ഇൻഹേൽ. ഓക്കെ,
ഇത്രയായി. ഇനി നമ്മളുടെ നെക്ക് ഇൻഹേൽ ചെയ്യുന്നു, എക്സേൽ റൈറ്റ്, ഇൻഹേൽ സെൻറ്റർ, എക്സ് inhale, exhale, inhale center, exhale left, inhale center, exhale right, inhale center. അതുപോലെ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ്. Inhale, we'll go 2 seconds, then exhale, starting chest മുട്ടണം, we'll go 2 seconds, inhale 2, exhale 2, inhale 3, exhale 3, inhale 4, exhale 4, inhale 5, exhale 5. ഷോൾഡറിൻ്റെ സൈഡിലേക്ക് കഴുത്ത് കൊണ്ടുവരിക. ഇൻഹേൽ സ്ട്രൈറ്റ്, എക്സേൽ റൈറ്റ്, ഇൻഹേൽ സെൻറ്റർ, എക്സേൽ ലെഫ്റ്റ്, ഇൻഹേൽ സെൻറ്റർ, exhale right, inhale center, inhale center. 5 times ചെയ്യുക. ഇത് നമുക്കിങ്ങനെ പ്രസ് ചെയ്യാം. ഈ സൈഡിൽ കൈകൊണ്ട് ഇങ്ങോട്ട് പ്രസ് ചെയ്യുക, തലകൊണ്ട് അങ്ങോട്ട് പുൾ ചെയ്യുക. ഓക്കെ, 1 2 3 കൈകൊണ്ട് പ്രസ് ചെയ്യുക, തലകൊണ്ട് പുഷ് ചെയ്യുക കൈയിലേക്ക്. 3 5 തവണ അത് ചെയ്യുക. ഇനി സെൻറ്റർ പ്രസ് ചെയ്യാൻ കൈകൊണ്ട് അങ്ങോട്ട് പ്രസ് ചെയ്യുക, തലകൊണ്ട് ഇങ്ങോട്ട് പുഷ് ചെയ്യുക. 1 ബാക്ക് കൈ കോർത്ത് പിടിച്ചിട്ട് പുഷ് ചെയ്യുക. 1 2 3 4 5 പ്രാവശ്യം അത് ചെയ്യുക. Then you can do കണ്ണിൻ്റെ എക്സസൈസ് ചെയ്യാം. റൈറ്റ് ലെഫ്റ്റ് മൂവ് ചെയ്യിക്കുക 5 times, അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യിക്കുക 5 times, കോർണർ ടു കോർണർ 5 times. ദെൻ മൂക്കിൻ്റെ ടിപ്പിൽ നിന്ന് ദൂരോട്ട് നമുക്ക് നോക്കാം 5 times. ദെൻ കണ്ണ് നമുക്ക് ബ്ലിങ്ക് ചെയ്യിക്കാം. ഓക്കെ, അത്രയാണ് കണ്ണിൻ്റെ എക്സസൈസ്. റൈറ്റ് ലെഫ്റ്റ്, റൈറ്റ് ലെഫ്റ്റ്, right 3 left 3 right, then up and down, up down, up down, up down, up down, last up down 5 times. Then corner to corner, ഈ ഒരു കോർണർ 5 പ്രാവശ്യം. കണ്ണിൻ്റെ കൃഷ്ണമണി മേലോട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യുക. 1 2 3 4 5. ഇനി ഇങ്ങോട്ട് നോക്കുക, ഇങ്ങോട്ട് നോക്കുക. 1 2 3 4
5. ഇനി നമുക്ക് കണ്ണ് റൊട്ടേറ്റ് ചെയ്യിക്കാം. റൊട്ടേഷൻ ക്ലോക്ക്വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക്വൈസ്. 1 2 3 4 5. തിരിച്ച് 1 2 3 4 5. കണ്ണിൻ്റെ എക്സസൈസുകളൊക്കെ വളരെ സ്ലോലി നമ്മൾ ചെയ്യണം. വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള നെർവ്സാണ്, അതുകൊണ്ട് സ്ലോ ആയിട്ട് ചെയ്യുക. ഇനി നമ്മൾ മൂക്കിൻ്റെ ടിപ്പിൽ നിന്നും ദൂരെ ഒരു വസ്തുവിലേക്ക് നോക്കുക. 1 2 3 4 5. ദെൻ കണ്ണ് നമുക്ക് ബ്ലിങ്ക് ചെയ്യിക്കാം. ഈ വിരലുകൊണ്ട് നമ്മൾ മൂക്കിൻ്റെ ഇരുവശം കണ്ണിൻ്റെ താഴെ ഒന്നും പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ കുറച്ചുകൂടി ഇഫക്റ്റീവ് ആയിരിക്കുന്നത്. കണ്ണിൻ്റെ കൃഷ്ണമണി മേളിലേക്ക് ആക്കിയിട്ട് വേണം ബ്ലിങ്ക് ചെയ്യിക്കാൻ. ഒരു 10 പ്രാവശ്യം അടുപ്പിച്ച് ബ്ലിങ്ക് ചെയ്തിട്ട് നേരെ നോക്കുക. വീണ്ടും ഇതും ഒരു 5 ടൈംസ് ചെയ്യുക. ആദ്യം ഒരു 10 ബ്ലിങ്കിങ്, ദെൻ നോർമൽ രീതിയിൽ വരിക, വീണ്ടും 10 തവണ ബ്ലിങ്ക് ചെയ്യുക. അങ്ങനെ 5 പ്രാവശ്യം കണ്ണ് ബ്ലിങ്ക് ചെയ്യുക. കണ്ണിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. അപ്പം ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ശവാസനത്തിൽ ഒരു 5 മിനിറ്റ് റിലാക്സ് ചെയ്ത് കിടക്കുക. അപ്പോൾ ഇത്രയും എക്സസൈസുകളാണ് സൂക്ഷ്മ വ്യായാമം എന്ന് പറഞ്ഞാൽ നമ്മൾ യോഗാസനങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ടത്. നിങ്ങൾ ഓരോന്നും വീണ്ടും നിങ്ങൾ വീഡിയോ ഒന്നുകൂടി കണ്ട് മനസ്സിലാക്കി ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പം ഇതുപോലെ പ്രയോജനമുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും. അപ്പം നിങ്ങൾ ഇത് നിങ്ങളുടെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരിലും ഈ ഇൻഫർമേഷൻ എത്തട്ടെ. ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.